അല്ല, കേന്ദ്ര ബജറ്റ് വന്നിട്ട് എന്തായി? പ്രവാസികൾക്ക് എന്തെങ്കിലും പുതിയ പദ്ധതികളോ പ്രത്യേക പാക്കേജുകളോ അനുവദിച്ചതായിട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ പ്രവാസികളെ തീർത്തും നിരാശപ്പെടുത്തിയ ഒരു ബജറ്റ് കൂടി കടന്നുപോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇത്തവണ കുറെ കൂടിയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പദ്ധതികളൊക്കെയും പ്രവാസികളിൽ ആരെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ചു കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, പല രീതിയിലായിട്ട് വിവിധ പ്രവാസി സംഘടനകൾ കേന്ദ്ര ഗവൺമെന്റിനോട് പ്രവാസികളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, ആശ്വാസകരമായ ഒരു പരാമർശം പോലും നടത്തിയില്ല. അതുകൊണ്ട് പ്രവാസികളെ പാടെ അവഗണിച്ചു എന്നാണ് ചില ആളുകളുടെയൊക്കെ അഭിപ്രായമായിട്ട് വരുന്നത്. നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ള യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, വിമാന കമ്പനികളുടെ ചൂഷണം, ജോലിയില്ലാതെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ പുനരധിജീവിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ഇന്നും ഇന്നലെയും പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. കാലങ്ങളായിട്ട് പ്രവാസ ലോകം ഈ കേന്ദ്ര ഗവൺമെന്റുമായിട്ടും അതോറിറ്റികളുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ കാര്യത്തിലൊന്നും ഒരു പരാമർശം പോലും നടത്താതെ പോയതുകൊണ്ടാണ് അവഗണന എന്ന പദം ചിലർ ആരോപിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കൂടാതെ തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരുപാട് ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ സ്വദേശിവൽക്കരണം ഒരുപാട് കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ പ്രതിസന്ധികളിലൊന്നും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യാതെ കടന്നുപോയി എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം വരുന്നത്. ഇനി ഇത് പറയാനും ചോദിക്കാനും നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം മാത്രം 10 ലക്ഷം കോടി രൂപയാണ് പ്രവാസികളുടെ പണമായിട്ട് ഇന്ത്യയിലെത്തിയത്. വിദേശ നാണ്യം ഇന്ത്യയിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിലും നമ്മൾ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തിരിച്ച് എന്ത് അനുകമ്പയാണെന്നാണ് മറ്റു ചിലർ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായിട്ട് നാട്ടിലെത്തിക്കൽ, പ്രവാസികൾക്ക് സൗജന്യ ചികിത്സാ സഹായം, ധനസഹായം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും പുതിയൊരു പദ്ധതിയോ അപ്ഡേഷനോ മറ്റു കാര്യങ്ങളോ വരുത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഈ മഹാമാരിക്ക് ശേഷം പ്രവാസികളിൽ മരണനിരക്ക് ഉയരുന്നതായിട്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ തയ്യാറാകുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും ഈ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് നടന്നത്. രാവിലെ 11 മണിയോടുകൂടി സൗര്യ എയർലൈൻ എന്ന വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിൽ 19 ആളുകളാണ്, പൈലറ്റ് അടക്കം 19 ആളുകളാണ് ഉണ്ടായത്. 18 പേരും മരണപ്പെട്ടു. പൈലറ്റ് മാത്രമാണ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. റൺവേയിൽ നിന്ന് തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇന്ന് 2024 ജൂലൈ 24.